കഥയെ ആരംഭിക്കുന്നത് ഡേവിഡ് സ്മോൾബോൺ എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഓസ്ട്രേലിയയിൽ അയാൾ ഒരു വലിയ മ്യൂസിക് കമ്പനി നടത്തുകയായിരുന്നു. ഭാര്യയും 6 മക്കളും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഹെലൻ എന്നാണ്. സന്തോഷത്തോടെ അയാളുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അയാളുടെ ബിസിനസ്സും വളരെ നല്ല രീതിയിൽ പോവുകയായിരുന്നു. ആ സമയത്താണ് അമേരിക്കയിലെ പ്രശസ്തനായ ഒരു സിംഗറെ കൊണ്ടുവന്ന് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ അയാൾ തീരുമാനിക്കുന്നത്. തങ്ങളുടെ അതുവരെയുള്ള മുഴുവൻ സേവിങ്സും എടുത്ത് ആ ഒരു കൺസേർട്ട് സംഘടിപ്പിക്കാനായിരുന്നു ഡേവിഡ് തീരുമാനിച്ചത്. അദ്ദേഹം അത് ഹെലനുമായി ചർച്ച ചെയ്തു. ഡേവിഡിന്റെ ആഗ്രഹവും സ്വപ്നവും ഒക്കെ അറിയാവുന്ന ഹെലൻ ഡേവിഡിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. തന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഷോ ആയിരിക്കും ഇതെന്നും ഇത് വലിയൊരു സക്സസ് ആയിരിക്കും എന്നും ഡേവിഡ് അന്ന് ഭാര്യയോട് പറഞ്ഞിരുന്നു. ഹെലൻ ആണെങ്കിൽ ഡേവിഡിനെ സപ്പോർട്ട് ചെയ്ത് പിന്നിൽ നിൽക്കുക മാത്രമേ ആകെ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കാര്യങ്ങളൊന്നും ഡേവിഡ് വിചാരിച്ച പോലെ നടന്നില്ല. 1991 കാലഘട്ടമായിരുന്നു. ഓസ്ട്രേലിയൻ എക്കണോമി വളരെ വീക്കായ സമയം. ഡേവിഡിന്റെ കോൺസേർട്ട് പൊളിഞ്ഞു. ഏകദേശം $5 ലക്ഷം കടം ഡേവിഡിനെ തേടിയെത്തി. ഡേവിഡ് പിന്നാലെ അമേരിക്കൻ സിംഗറിന്റെ മാനേജറെ വിളിച്ച് നഷ്ടം സംഭവിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേയ്മെന്റ് കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ തിരക്കിയെങ്കിലും ഓൾറെഡി കോൺട്രാക്ട് ഉള്ളതുകൊണ്ടും പരിപാടി നടന്നു കഴിഞ്ഞതിനാലും ഇനിയൊന്നും സാധിക്കില്ല, മുഴുവൻ പേയ്മെന്റും നൽകണം എന്നായിരുന്നു അവർ പറഞ്ഞത്. ഡേവിഡിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നൊരു എത്തും പിടിയുമുണ്ടായിരുന്നില്ല. ആ ഒരു പ്രോഗ്രാമോടെ ഡേവിഡ് വലിയ കടക്കിണിയിലായി. ഡേവിഡിന്റെ സേവിങ്സ് മുഴുവൻ ഇല്ലാതായി. ഡേവിഡ് അന്ന് യാത്ര തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഡേവിഡിന്റെ കുടുംബവും കൂട്ടുകാരുമൊക്കെ ചേർന്ന് ഡേവിഡിന് ഒരു സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. അന്ന് പാർട്ടി നടക്കുമ്പോൾ ഒരു പ്രധാന കാര്യം കൂടി ഹെലൻ അവിടെ വെളിപ്പെടുത്തി. അവൾ ഗർഭിണിയാണെന്നും അവരുടെ കുടുംബത്തിലേക്ക് 7ാമതായി ഒരു കുട്ടി കൂടി എത്തുന്നു എന്നുമായിരുന്നു അത്. ഡേവിഡ് ഒഴിച്ച് ബാക്കിയെല്ലാവരും ആ നിമിഷമേറെ സന്തോഷിച്ചിരുന്നു. പിന്നാലെ ധൈര്യം സംഭരിച്ച് തങ്ങൾ കടക്കിണിയിൽ പെട്ട കാര്യം, പരിപാടി ഫ്ലോപ്പായ കാര്യം ഡേവിഡ് ഹെലനോട് പറഞ്ഞു. കേട്ട മാത്രയിൽ ഹെലൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്നറിഞ്ഞതും ഡേവിഡ് തന്റെ സുഹൃത്തുക്കളെ വിളിച്ച് തനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് തിരയാൻ ആരംഭിച്ചു. അതിലൊരു സുഹൃത്ത് ഡേവിഡിന് ജോലി വാഗ്ദാനം ചെയ്തു. പക്ഷേ ജോലിയുള്ളത് അമേരിക്കയിലാണ്, അമേരിക്കയിലെ നാഷ്വില്ലയിൽ. അങ്ങോട്ടേക്ക് ഡേവിഡ് യാത്ര ചെയ്തെത്തണം. ഡേവിഡിന് ഒരു ജോലി കിട്ടും എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം തോന്നിയിരുന്നു. ഡേവിഡ് അക്കാര്യം ഹെലനുമായി സംസാരിച്ചു. ഹെലൻ അത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഡേവിഡ് പറഞ്ഞു, നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഒരുപാട് മോശമാണ്. എങ്ങനെയെങ്കിലും അമേരിക്കയിൽ പോയി 2 കൊല്ലം പിടിച്ചു നിന്നാൽ കടമൊക്കെ തീർത്ത് നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് തന്നെ തിരികെ പോരാം. ഡേവിഡ് പറയുന്നത് പിന്തുണച്ച് ഡേവിഡിന്റെ കൂടെ നിൽക്കുകയല്ലാതെ ഹെലന് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കുറച്ചാഴ്ചകൾ പിന്നിട്ടതും അവർ കുടുംബസമേതം അമേരിക്കയിലേക്ക് പുറപ്പെടാനിറങ്ങി. ഓസ്ട്രേലിയയിലെ തങ്ങളുടെ വീടടക്കം വിറ്റിട്ടായിരുന്നു അവർ അമേരിക്കയിലേക്ക് വെച്ചുപിടിച്ചത്. കടങ്ങൾ വീട്ടാനും അവിടുത്തെ 6 മാസത്തെ ചെലവിനുമുള്ള പണം അതിൽ നിന്ന് അവർ കണ്ടെത്തിയിരുന്നു. അവർ പാരന്റ്സിനോട് യാത്ര പറഞ്ഞു. ഇറങ്ങാൻ നേരം ഹെലന്റെ അമ്മ ഹെലന് ഒരു കത്ത് കൊടുത്തു. അമേരിക്കയിൽ എത്തിയ ശേഷം വായിച്ചാൽ മതി എന്നും അതിൽ എഴുതിയിരുന്നു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ അവർ അമേരിക്കയിലെത്തി. ഇമിഗ്രേഷൻ ഓഫീസർ ഡേവിഡിനടുക്കൽ നിങ്ങൾ എത്ര നാൾ അമേരിക്കയിലുണ്ടാകും എന്ന് ചോദിച്ചു. 6 മാസമേ ഉണ്ടാവുള്ളൂ എന്ന് വിസ കാലാവധി വെച്ച് ഡേവിഡ് പറഞ്ഞെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഡേവിഡിന്റെ ഒരു മകൻ നമ്മൾ 2 കൊല്ലം ഉണ്ടാവില്ലേ അച്ഛ എന്ന് ചോദിച്ചതും ഇമിഗ്രേഷൻ ഓഫീസറിന് സംശയം വന്നു. കൂടുതൽ പരിശോധനയ്ക്കും അന്വേഷണത്തിനും ഡേവിഡിനെ അയാൾ വിളിച്ച് അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. പരിശോധനയിൽ ഡേവിഡിന്റെ പക്കൽ ആകെ 6 മാസത്തെ ചെലവിനുള്ള പണമേ ഉള്ളൂ എന്ന് ഓഫീസർ കണ്ടിരുന്നു. ഭാഗ്യവശാൽ ഹെലന്റെ അമ്മയുടെ കത്ത് സ്യൂട്ട് കേസിൽ ആ ഓഫീസർ കാണുകയാണ്. അതിൽ കാര്യങ്ങൾക്കൊപ്പം 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും കാണാം എന്ന അമ്മ എഴുതിയിരുന്നു. അതോടെ ഡേവിഡ് പറഞ്ഞതാണ് സത്യം എന്ന് വിചാരിച്ച ആ ഇമിഗ്രേഷൻ ഓഫീസർ അവരെ പറഞ്ഞയക്കുകയാണ്. പക്ഷേ ചെക്കിങ്ങിനായി കുറെ സമയം പോയതുകൊണ്ട് നാഷ്വില്ലയിലേക്കുള്ള വിമാനം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതോടെ ട്രെയിൻ മാർഗം അവർ നാഷ്വില്ലയിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ഡേവിഡ് തന്റെ കൂട്ടുകാരനെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ കണക്ഷൻ കിട്ടിയിരുന്നില്ല. 2 ദിവസം മുമ്പേ മീറ്റ് ചെയ്യും എന്നവർ പറഞ്ഞിരുന്നതാണല്ലോ. വിമാനം കിട്ടാത്തതുകൊണ്ട് ട്രെയിൻ മാർഗം യാത്ര ചെയ്യുന്നതുകൊണ്ട് അവർ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ ദിവസം പിന്നിട്ടിരുന്നു. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ തങ്ങൾക്ക് താമസിക്കാനായി പറഞ്ഞുവെച്ച വീട്ടിലേക്ക് അവരെത്തിച്ചേർന്നു. വീട്ടിലെത്തിയതും അവിടുത്തെ കാഴ്ച കണ്ട് ഡേവിഡും ഹെലനും കുട്ടികളും ഞെട്ടിയിരുന്നു. ആ വീട്ടിൽ ഒരൊറ്റ ഫർണിച്ചർ പോലുമില്ല. തന്റെ മക്കൾ നിലത്ത് കിടന്ന് അസുഖമൊന്നും വരരുത് എന്ന് ഹെലൻ ഉണ്ടായിരുന്നു. ഹെലൻ ഉടനടി കയ്യിലുള്ള വിരിയൊക്കെ എടുത്ത് അവിടെ വിരിച്ച് മക്കളെ ആ തുണിയിൽ കിടത്തി ഉറക്കി. അടുത്ത ദിവസം ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ സുഹൃത്തിനെ ഡേവിഡ് ചെന്നു കണ്ടു. പക്ഷെ അപ്പോഴാണ് ഡേവിഡ് വരാൻ വൈകിയതുകൊണ്ട് ഡേവിഡ് വരില്ലെന്ന് കരുതി താൻ ആ ജോലി മറ്റൊരാൾക്ക് കൊടുത്തു എന്നാ സുഹൃത്ത് പറയുന്നത്. ഏറെ ഞെട്ടലോടെയായിരുന്നു ഡേവിഡ് അത് കേട്ടത്. എന്തു ചെയ്യണം എന്ന് ഡേവിഡിനൊരു പിടിയും കിട്ടിയില്ല. അന്ന് ബെഡ്റൂമിലേക്ക് പോയ ഹെലൻ തന്റെ വേദന പുറത്തു വരും വിധം അലറി കരഞ്ഞു. ഡേവിഡിനെ കുറ്റപ്പെടുത്താനും ഹെലന് പറ്റുന്നുണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. ആ സമയമാണ് അമ്മ അവൾക്ക് കൊടുത്തുവിട്ട കത്ത് അവൾ കാണുന്നത്. ആ കത്തവൾ നോക്കി. കാര്യമായി അതിലൊന്നും എഴുതിയിരുന്നില്ലെങ്കിലും ആ കത്ത് കാരണമാണല്ലോ അമേരിക്കയിലേക്ക് തങ്ങൾക്ക് എത്താൻ പറ്റിയതുപോലും എന്ന് ചിന്തിച്ചവൾ എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ടാകും എന്ന് സ്വയം വിശ്വസിച്ചു. ആശ്വസിക്കാൻ ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ മൊത്തത്തിൽ നിരാശയായിരുന്നെങ്കിലും ഒരു പ്രതീക്ഷ മുമ്പിൽ വന്നതോടെ ഹിലഡ് ഡേവിഡിനെയും പ്രചോദിപ്പിച്ചു. കുടുംബം ഒന്നിച്ചു നിന്ന് ആ പ്രതിസന്ധിയെ തരണം ചെയ്യും എന്നവൾ ഡേവിഡിനോട് പറഞ്ഞു. അവരൊന്നിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാൻ ആരംഭിച്ചു. മക്കളോടും കുടുംബത്തിന്റെ അപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഡേവിഡും ഹെലനും കൂടി വിശദീകരിച്ചു. കുടുംബം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കൂ എന്നും ഡേവിഡ് പറഞ്ഞിരുന്നു. എങ്ങനെയെങ്കിലും ഡേവിഡിന് ഒരു ജോലി ശരിയാവുന്നവരെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിൽക്കണം എന്നും അവർ മക്കളോട് പറഞ്ഞു. അടുത്ത ദിവസം അവർ പള്ളിയിൽ പോയി. പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് പോരാൻ നേരം ജഡ് എന്നും കെ എന്നും പേരുള്ള രണ്ടുപേരെ അവർ പരിചയപ്പെടുകയാണ്. നല്ല രണ്ട് മനുഷ്യരായിരുന്നു അവർ. അന്ന് ഉച്ചതിരിഞ്ഞ് അവർ തങ്ങളുടെ പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ അവരുടെ അയൽവാസി വന്ന് ഡേവിഡിനോട് ഹായ് പറഞ്ഞു. കൂട്ടത്തിൽ അവരെല്ലാവരെയും ചേർത്ത് തങ്ങളുടെ യാർഡ് ക്ലീൻ ചെയ്യാനും ഹയർ ചെയ്താലോ എന്ന തരത്തിലൊരു തമാശയും പാസാക്കി. ഡേവിഡിന്റെ ഒരു മകൻ അവരാ പറഞ്ഞ കാര്യം കേട്ടിരുന്നു. മകന് അത് നല്ലൊരു ആശയമായി തോന്നി. അച്ഛൻ അത്തരത്തിലൊരു ലോൺ സർവീസ് ആരംഭിച്ചാലെന്താ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് അത് മുമ്പോട്ട് നടത്താൻ ശ്രമിക്കാം എന്ന് മകൻ പറഞ്ഞപ്പോ ഡേവിഡിനും അത് കൊള്ളാമല്ലോ എന്ന് തോന്നി. അവരങ്ങനെ ഒരു ഹൗസ് ക്ലീനിംഗ് ബിസിനസ് ആരംഭിച്ചു. ദിവസങ്ങൾ കഴിയുന്തോറും അവർക്ക് കൂടുതൽ വർക്കുകൾ കിട്ടി. അത്യാവശ്യം പണവും അവരിലേക്ക് വന്നു ചേർന്നു തുടങ്ങി. കിട്ടുന്ന പണം സേവ് ചെയ്തും പരമാവധി ചുരുക്കി ജീവിച്ചും അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഡേവിഡ് എപ്പോഴും ഒരു ജോലിക്കും ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾ കടന്നുപോയി. ഡേവിഡിന് ജോലിയൊന്നും ശരിയായില്ല. ക്ലീനിംഗ് സർവീസസ് പഴയ പോലെ മുമ്പോട്ട് പോകുന്നു. അങ്ങനെയിരിക്കെ ആ പ്രദേശത്തെ ഏറ്റവും വലിയൊരു വീട്ടിലേക്ക് സർവീസ് ആവശ്യത്തിന് ഡേവിഡും മക്കളും എത്തി. ആ വീട് എഡ്ഡി എന്നൊരു സിംഗറിന്റേതായിരുന്നു. അയാളെ കണ്ടതും ഡേവിഡ് ഒന്ന് വല്ലാതാവുന്നുണ്ട്. എഡ്ഡി ഒരു തുടക്കക്കാരനായിരുന്ന സമയത്ത് ഡേവിഡ് പലതവണ എഡ്ഡിയുടെ കോൺസേർട്ടിന്റെ ഗിഗുകൾ തട്ടിക്കളഞ്ഞിട്ടുണ്ട്. വലിയ മ്യൂസീഷ്യൻസുമായി മാത്രമേ ഡേവിഡ് അന്ന് കോൺട്രാക്റ്റുകൾ ചെയ്തിരുന്നുള്ളൂ. ആ എഡ്ഡിയാണ് ഇന്ന് വളർന്ന് വലിയ നിലയിൽ തന്റെ മുമ്പിൽ നിൽക്കുന്നത്. എഡ്ഡിയെ കണ്ടതും നാണക്കേട് തോന്നിയ ഡേവിഡ് അവിടെ നിന്ന് മക്കളോട് പോവാമെന്ന് പറഞ്ഞു. പക്ഷേ ഡേവിഡിന്റെ അവസ്ഥയിൽ എഡ്ഡിക്ക് ഡേവിഡിനോട് സഹതാപം തോന്നിയിരുന്നു. എഡ്ഡി അവർക്ക് ജോലി കൊടുത്തു. പുറത്ത് ലോൺ സർവീസ് ചെയ്തുകൊണ്ടിരിക്കെ ഡേവിഡിന്റെ ശ്രദ്ധ മുഴുവൻ തിരക്കേറിയ എഡ്ഡിയുടെ സ്കെഡ്യൂളിലായിരുന്നു. ഒരു കാലത്ത് തന്നേക്കാൾ താഴെയാണ് എന്ന് ഡേവിഡ് വിചാരിച്ചിരുന്ന എഡ്ഡിയാണ് ഇപ്പോൾ വളർന്ന് വലിയൊരു മനുഷ്യനായി നിൽക്കുന്നത്. ഡേവിഡിന് വല്ലാത്തൊരു അസൂയയും നാണക്കേടും തോന്നി. അടുത്തൊരു ദിവസം ആ പ്രദേശത്തെ ആളുകളൊക്കെ ചേർന്ന് ഒരു പിക്നിക് പോയിരിക്കുകയായിരുന്നു. ആ സമയം ഒരു നെയ്ബർ അടുത്ത ദിവസം താങ്ക്സ് ഗിവിംഗ് ഉണ്ട്, നിങ്ങൾ കുടുംബസമേതം വരണം എന്ന് പറഞ്ഞ് ഹെലനെ ക്ഷണിച്ചു. നിങ്ങൾ പേടിക്കണ്ട, എന്റെ ഭർത്താവ് വന്ന് നിങ്ങളെ കൂട്ടിക്കോളും എന്നും അവർ പറഞ്ഞിരുന്നു. ജഡും കെയും നല്ല മനുഷ്യരാണ് എന്ന് പറഞ്ഞിരുന്നല്ലോ. അവരായിരുന്നു ഹെലനെയും കുടുംബത്തെയും താങ്ക്സ് ഗിവിംഗ് പാർട്ടിക്ക് ക്ഷണിച്ചത്. അടുത്ത ദിവസം താങ്ക്സ് ഗിവിംഗിന് കൂട്ടിക്കൊണ്ടുപോകാൻ ജഡ് അവരുടെ വീട്ടിലേക്ക് എത്തി. പുറത്തെത്തിയ ജഡ് അവരുടെ വീടിനുള്ളിൽ ഒറ്റ ഫർണിച്ചർ പോലുമില്ല എന്ന കാര്യം മനസ്സിലാക്കിയിരുന്നു. ഡേവിഡിന് നാണക്കേടൊന്നും തോന്നണ്ട എന്ന് കരുതി ജഡ് അതുകൊണ്ട് പുറത്ത് മാറി നിന്നു. താൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലാത്ത പോലായിരുന്നു ജഡ് എന്ന് ഡേവിഡിനോടും കുടുംബത്തോടും പെരുമാറിയതും. അങ്ങനെ താങ്ക്സ് ഗിവിംഗിന് യാത്ര ചെയ്ത് അവർ ജഡിന്റെയും കെയുടെയും വീട്ടിലെത്തി. അന്ന് നടന്ന പാർട്ടിയിൽ ഡേവിഡിന്റെ മകൾ റബേക്ക നല്ല രീതിയിൽ പാട്ടുപാടിയിരുന്നു. ഏവരും ഗാനം ആസ്വദിക്കുകയും കൈയടിച്ചവളെ അഭിനന്ദിക്കുകയും ചെയ്തു. റബേക്കയുടെ ശബ്ദം അത്രമേൽ മനോഹരമായിരുന്നു. അന്ന് ഡേവിഡിനോട് സംസാരിക്കുമ്പോൾ ജഡ് പറഞ്ഞു, റബേക്കയ്ക്ക് മികച്ച കഴിവുണ്ട്, അവളുടെ നല്ല വോയിസ് ആണ്. ഡേവിഡ് ഏതെങ്കിലും ഒരു മ്യൂസിക് പ്രൊഡ്യൂസറെ അവളെ പരിചയപ്പെടുത്തി കൊടുക്കണം, അവളെ ഒരു പാട്ടുകാരിയാക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കണം. പക്ഷേ ഡേവിഡിന് അതിലൊന്നും വലിയ താല്പര്യം തോന്നിയില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കൂടി കടന്നുപോയി. ക്രിസ്മസ് രാത്രി എത്തി. ഡേവിഡും കുടുംബവും ക്രിസ്മസ് ഈവനിങ്ങിന്റെ ആഘോഷങ്ങളിലായിരുന്നു. അപ്പോഴാണ് പുറത്ത് കുറച്ച് വണ്ടികൾ വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടത്. അവർ പുറത്തേക്കിറങ്ങി ചെന്നു. ജഡും കുറച്ച് കൂട്ടുകാരുമായിരുന്നു അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത്. അവർ ഡേവിഡിനും കുടുംബത്തിനുമായി കുറച്ച് ഫർണിച്ചറുമായിട്ടായിരുന്നു വന്നിരുന്നത്. ക്രിസ്മസ് ഗിഫ്റ്റായി അവരതെല്ലാം ഡേവിഡിനും കുടുംബത്തിനും കൈമാറി. അവരുടെ ദയയിൽ ഡേവിഡിന്റെ കുടുംബത്തിന് ഏറെ സന്തോഷം തോന്നിയിരുന്നു. അങ്ങനെ വീണ്ടും ഒരു 3 മാസക്കാലം കൂടി കടന്നുപോയി. ഒരു ദിവസം ഹെലൻ അലക്കാനിട്ടുകൊണ്ടിരിക്കെ അവൾക്ക് വല്ലാതെ വയറുവേദന അനുഭവപ്പെട്ടു. പ്രസവത്തിന്റെ സമയമായി എന്ന് ഹെലൻ
ദ്രോഹിക്കുകയാണ്. വൈകാതെ ഹെലനുമായി ഡേവിഡ് അടുത്തുള്ള ആശുപത്രിയിലെത്തി. ഡേവിഡ് ആണെങ്കിൽ മൊത്തത്തിൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു. പക്ഷേ ഭാഗ്യവശാൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സുഖപ്രസവമായിരുന്നു. അവരുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തി. പക്ഷേ ഡേവിഡിന്റെ ആ സന്തോഷം അധിക നേരം നീണ്ടുനിന്നില്ല. വലിയ ഹോസ്പിറ്റൽ ബില്ല് കണ്ടതും ഡേവിഡിന് എന്തു ചെയ്യണം എന്നൊരു പിടുത്തവും കിട്ടിയില്ല. അത്രയും പണമൊന്നും ഡേവിഡിന്റെ പക്കലുണ്ടായിരുന്നില്ല. ഡേവിഡ് അവിടുത്തെ സ്റ്റാഫിനെ കണ്ട് സംസാരിച്ചു. ആ ബില്ല് എങ്ങനെങ്കിലും കുറച്ചു തരാമോ, അല്ലെങ്കിൽ EMI ആയി കെട്ടാൻ പാകത്തിന് ഒരവസരം തരാമോ എന്ന് കേണപേക്ഷിച്ചു. ഡേവിഡിന്റെ നിസ്സഹായാവസ്ഥ ആ സ്റ്റാഫിന് മനസ്സിലാവുമായിരുന്നു. ആ സ്റ്റാഫ് ഡേവിഡിന് ബില്ലിന്റെ പാതിയോളം കുറച്ചു കൊടുത്തു. ബാക്കി തുക EMI ആയി അടച്ചാൽ മതി എന്നും പറഞ്ഞു. പിന്നാലെ ബില്ല് പ്രോസസ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ബിൽ തുക മുഴുവൻ അതിനോടകം അടയ്ക്കപ്പെട്ടു എന്ന് കാണുന്നത്. 3 ദിവസത്തിന് ശേഷം ഡേവിഡും ഹെലനും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ അവരെ സ്വീകരിക്കാൻ ബാക്കി മക്കളും ജഡ്ഡും ഭാര്യയും ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിലേക്ക് കയറിയ ശേഷം ജഡ്ഡിനോട് തനിച്ച് സംസാരിക്കണം എന്ന് ഡേവിഡ് ആവശ്യപ്പെട്ടു. പിന്നാലെ ഡേവിഡ് സംസാരിച്ചു. നിങ്ങളാണ് ഹോസ്പിറ്റൽ ബില്ലടച്ചത് എന്ന് ഞാൻ അറിഞ്ഞു ജഡ്. നന്ദി പറയുന്നതിനു പകരം ഡേവിഡ് ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. ജഡ്ഡിനോട് തന്റെ കുടുംബകാര്യങ്ങളിൽ കൂടുതലായി ഇടപെടരുതെന്നും എന്റെ കുടുംബത്തിന്റെ കാര്യം തനിച്ച് നോക്കുന്നതാണ് തനിക്ക് താല്പര്യമെന്നും എപ്പോഴും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ജീവിക്കാൻ താൻ തയ്യാറല്ല എന്നും ഡേവിഡ് പറഞ്ഞു. കുറച്ചു മാസങ്ങൾ കടന്നുപോയി. റെബേക്കയുടെ കഴിവ് മനസ്സിലാക്കി ഡേവിഡ് തന്നെ റെബേക്കയുടെ പാട്ട് റെക്കോർഡ് ചെയ്ത് അത് പല മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിനെയും കേൾപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ആദ്യഘട്ടത്തിൽ എല്ലായിടത്തു നിന്നും റിജക്ഷൻ ആയിരുന്നു കിട്ടിയത്. റെബേക്ക തയ്യാറായിട്ടില്ലെന്നും അവൾ വല്ലാതെ നെർവസ് ആണ് എന്നുമൊക്കെ അവർ കാരണങ്ങൾ പറഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം വീട് ക്ലീൻ ചെയ്ത ശേഷം റെബേക്ക വന്ന് തന്റെ പാരന്റ്സിനോട് സംസാരിച്ചു. ഞാൻ വീട് ക്ലീൻ ചെയ്തപ്പോ ഒരു മാഗസിൻ കണ്ടു. അതിൽ എഡ്ഡി സിംഗർ മാത്രമല്ല ഒരു മ്യൂസിക് പ്രൊഡ്യൂസറാണ് എന്നുകൂടി കൊടുത്തിരുന്നു. അച്ഛനും എഡ്ഡിയും തമ്മിൽ മുമ്പേ പരിചയമുള്ളതല്ലേ. എന്റെ കാര്യം എഡ്ഡിയോടൊന്ന് സംസാരിച്ചു നോക്കിക്കൂടെ, ചിലപ്പോ നമുക്കൊരു അവസരം കിട്ടിയാലോ. റെബേക്ക തിരക്കി. റെബേക്ക പറഞ്ഞത് ഡേവിഡിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എഡ്ഡിക്ക് മുമ്പിൽ ചെന്ന് റെബേക്കയെ പറ്റി പറയുക, അവസരം ചോദിക്കുക എന്നുള്ളത് ഡേവിഡിന് വല്ലാതെ കുറച്ചിലായി തോന്നിയിരുന്നു. നമ്മൾ എഡ്ഡിയുടെ വീട്ടിൽ പോയത് ക്ലീൻ ചെയ്യാൻ മാത്രമാണെന്നും കൂടുതലായൊന്നും ചോദിക്കാൻ പറ്റില്ല എന്നുമായിരുന്നു അന്ന് ഡേവിഡ് പറഞ്ഞത്. അത് റെബേക്കയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അവളന്ന് രോഷപ്പെട്ട് പുറത്തേക്കിറങ്ങി. ഒടുവിൽ ഹെലനായിരുന്നു അച്ഛനും മകൾക്കും ഇടയിൽ നിന്ന് അതിൽ കോംപ്രമൈസ് ഉണ്ടാക്കിയത്. 2 ദിവസം കഴിഞ്ഞ് ഡേവിഡും റെബേക്കയും കൂടി മറ്റൊരു മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിനെ കാണുവാൻ പോയി. റെബേക്കയുടെ ശബ്ദം അവരെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അടുത്ത ആഴ്ച മുതൽ തങ്ങളുടെ സ്റ്റുഡിയോയിൽ പ്രാക്ടീസിനെത്താൻ അവർ റെബേക്കയോട് പറഞ്ഞു. അന്ന് അവരുടെ കുടുംബം മുഴുവൻ ഏറെ സന്തോഷിച്ചിരുന്നു. പക്ഷേ ആ രാത്രി ആ സന്തോഷം പൊടുന്നനെ ദുഃഖത്തിലേക്ക് വഴി നീങ്ങി. റെബേക്കയുടെ മുത്തശ്ശിയുടെ കോൾ ഡേവിഡിനെ തേടിയെത്തി. അതായത് ഡേവിഡിന്റെ അമ്മയുടെ കോൾ. അച്ഛൻ മരണപ്പെട്ടു എന്ന വാർത്തയായിരുന്നു അവർ ഡേവിഡിനോട് പറഞ്ഞത്. നാട്ടിലേക്ക് പോവാനായി വലിയ തുകയൊന്നും അവരുടെ പക്കലില്ല. ഡേവിഡ് എന്ന് റെബേക്കയുമായി കോൺട്രാക്ട് വെക്കാം എന്ന് സമ്മതിച്ച് ആ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ച് സംസാരിച്ചു. റെബേക്കയുടെ പ്രോഗ്രാമിനു വേണ്ടി അഡ്വാൻസായി കുറച്ച് പണം തരാമോ എന്ന തരത്തിൽ ചോദിച്ചു. ഡേവിഡിന്റെ ആവശ്യപ്പെടലിന് പ്രൊഡ്യൂസേഴ്സ് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, വലിയ കാരണങ്ങളൊന്നുമില്ലാതെ റെബേക്കയുമായി വെച്ച കോൺട്രാക്റ്റും അവർ വേണ്ടെന്ന് വെച്ചു. നിരാശയിലും ദേഷ്യത്തിലും ഡേവിഡ് ആ ഫോണടക്കം തല്ലിപ്പൊട്ടിച്ചിരുന്നു. റെബേക്കയ്ക്കും ഒന്നും പറയാൻ സാധിച്ചില്ല. അച്ഛന്റെ വേദന അവളും നോക്കിക്കാണുകയായിരുന്നു. ദിവസങ്ങളോളം എഴുന്നേൽക്കാതെ ഡേവിഡ് ബെഡിൽ തന്നെ കിടന്നു. ഡേവിഡിനെ സപ്പോർട്ട് ചെയ്യാനും ധൈര്യം പകരാനും പരമാവധി ഹെലൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഹെലൻ മക്കളെയും കൂട്ടി ഒന്ന് ചില്ലൗട്ട് ചെയ്യാൻ പാർക്കിൽ പോയി. അവിടെ വെച്ച് മറ്റൊരു കുട്ടി ഒരു പാട്ട് പാടുന്നത് അവർ കേട്ടു. അത് മുമ്പ് റെബേക്ക എഴുതിയ റെബേക്കയുടെ തന്നെ പാട്ടായിരുന്നു. അന്ന് വീട്ടിലെത്തിയ ഹെലൻ ഡേവിഡിനോട് അക്കാര്യങ്ങൾ സംസാരിച്ചു. ആ കഷ്ടതയിലും തങ്ങളുടെ മക്കൾ തങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മുന്നിട്ട് വരാനും എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന തരത്തിൽ അവർ ഡേവിഡിന് പ്രചോദനം കൊടുക്കാൻ ശ്രമിച്ചു. ഡേവിഡിനോട് കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു അച്ഛനാവാനും മക്കളെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കാനും ഹെലൻ ആവശ്യപ്പെട്ടു. ഹെലന്റെ ആ വാക്കുകൾ ഡേവിഡിന്റെ കണ്ണുകൾ നിറച്ചിരുന്നു. ഡേവിഡ് അന്ന് മക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നു. താൻ അങ്ങനെ ഒതുങ്ങിക്കൂടിയതിന് മക്കളോട് ക്ഷമ ചോദിച്ചു. എല്ലാ തെറ്റുകളും തന്റേതാണെന്നും എപ്പോഴും തെറ്റുകളുടെ പേരിൽ വിരൽ ചൂണ്ടുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്നും തെറ്റുകളൊക്കെ തന്റേതാണ് എന്നും അയാൾ ഏറ്റുപറഞ്ഞു. റെബേക്ക എഴുതിയ സോങ്ങിന്റെ കാര്യം ഡേവിഡ് അവളുമായി സംസാരിച്ചു. എന്റെ അഹങ്കാരവും തലക്കനവുമൊക്കെ മാറ്റിവെച്ച് താൻ എഡ്ഡിയോട് സംസാരിക്കാമെന്നും ഡേവിഡ് റെബേക്കയ്ക്ക് ഉറപ്പ് കൊടുത്തു. വൈകാതെ എഡ്ഡിയുമായി സംസാരിച്ച് പള്ളിയിൽ നടക്കുന്ന റെബേക്കയുടെ പെർഫോമൻസ് കാണാൻ എഡ്ഡിയെ ഡേവിഡ് ക്ഷണിച്ചു. ജഡ്ഡുമായുള്ള പ്രശ്നങ്ങൾ ഡേവിഡ് പരിഹരിക്കുകയും റെബേക്ക പെർഫോം ചെയ്യുമ്പോൾ ജഡ്ഡിനോട് പിയാനോ വായിക്കാമോ എന്ന് ഡേവിഡ് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ പള്ളിയിൽ വെച്ച് റെബേക്ക പാടി. Wisdom to know
റെബേക്കയുടെ ആലാപനം എഡ്ഡിയുടെ മനസ്സ് കവർന്നിരുന്നു. റെബേക്കയ്ക്ക് ഇനി അവസരങ്ങൾ കിട്ടാൻ പോകുന്നു എന്ന് എഡ്ഡി അവിടെയുള്ള ഏവരെയും അറിയിച്ചു. ആ കുടുംബം ഒന്നടങ്കം അന്ന് സന്തോഷിച്ചിരുന്നു. ഒടുവിൽ റെബേക്ക സ്റ്റേജിലേക്ക് കയറുമ്പോൾ റെബേക്കയ്ക്ക് ഒരു സ്റ്റേജ് നെയിം കൊടുക്കാൻ അവർ തീരുമാനിച്ചു. അവർ കൂടിയാലോചിച്ച് റെബേക്ക കൊടുത്ത സ്റ്റേജ് നെയിം റെബേക്ക ജെയിംസ് എന്നായിരുന്നു. മരണപ്പെട്ട അവരുടെ മുത്തശ്ശന്റെ പേരുകൂടി റെബേക്കയുടെ പേരിനോട് കൂട്ടിച്ചേർത്തു. വർഷങ്ങൾ പിന്നിട്ടു. റെബേക്ക വളരെ വലിയ സിംഗറായി. ഡേവിഡും കുടുംബവും ജീവിതത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. ഒരു കൺസേർട്ടിൽ അവൾ പാടാൻ കയറിയപ്പോൾ തന്റെ അച്ഛൻ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട കാര്യങ്ങൾ അവൾ അവിടെ വെച്ച് വിശദീകരിച്ചു പറഞ്ഞു. അച്ഛനെ സപ്പോർട്ട് ചെയ്ത് അന്ന് നിന്ന അമ്മയെയും അവൾ ഒരുപാട് പുകഴ്ത്തിയിരുന്നു. അവരിരുവരുമാണ് ആരും പുകഴ്ത്തി പറയാത്ത പാടിപ്പറയാത്ത തന്റെ ഹീറോസ് എന്ന് അവളന്ന് അവിടെ വെച്ച് അനൗൺസ് ചെയ്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.